ഗോപികൃഷ്ണൻ, ഇവിടെ ഇതിലെല്ലാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ട്രേഡാണ്, വാണിജ്യമാണ്, വ്യവസായമാണ്, പണമാണ്, കാശാണ്. അപ്പോൾ ഈ ചൈനയ്ക്ക് ഇറാനിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അവർ ചബഹാർ തുറമുഖത്തേക്ക് അവരുടെ പോട്ട് നിൽക്കുന്നതിനെ പറ്റി ആലോചനകൾ ഏതാണ് അന്തിമഘട്ടത്തിലും അതിൻ്റെ പണിയിലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഉണ്ടാവുകയും അമേരിക്കയ്ക്കും ഇസ്രായേലിലും ഇറാനിൽ വലിയ സേ കിട്ടുന്നത് ചൈനയ്ക്ക് അംഗീകരിക്കാവുന്നതല്ല, റഷ്യയ്ക്ക് അംഗീകരിക്കാവുന്നതല്ല. അത്തരത്തിലുള്ള ഭൗമ താല്പര്യങ്ങൾ കണക്കിലെടുക്കുമ്പോഴേക്കും ഇത് പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും എന്ന് കരുതാൻ സമയമായോ ഗോപികൃഷ്ണൻ? ഹാഷ്മി, യഥാർത്ഥത്തിൽ ഇപ്പോഴും പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നു എന്ന് വിലയിരുത്തുന്നതിൽ അപക്വതയുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു പൂർണ്ണ യുദ്ധത്തിന്റെ സ്വഭാവം കൈവരിച്ചിട്ടില്ല. നമ്മൾ ഇറാഖിൽ കണ്ടതുപോലെ മറ്റൊരു അമേരിക്കൻ ഇടപെടൽ ആണ് ഇറാനിലും സംഭവിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ അമേരിക്കയ്ക്ക് കൃത്യമായ ലക്ഷ്യവും താല്പര്യങ്ങളുമുണ്ട്. ഒരു ഘട്ടത്തിലും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തില്ല എന്നത് അമേരിക്കയുടെ നയവും നിലപാടുമാണ്. മാത്രമല്ല, ഇറാൻ വലിയ രീതിയിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇറാൻ ഒരു ആണവ രാഷ്ട്രമായി വളരുന്നതിനെ തടയിടുക എന്നത് അമേരിക്കയുടെ കൂടി പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവുമാണ്. അതാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ആദ്യം മുതൽ തന്നെ അമേരിക്ക പിന്തുണച്ചിരുന്നതും ഇപ്പോൾ പ്രത്യക്ഷമായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പമാണ് എന്ന് ലോകത്തോട് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ സ്വഭാവം ഇനിയും കൈവരിച്ചിട്ടില്ല. ഇറാനെ കൂടുതൽ വാൺ ചെയ്തുകൊണ്ട്, ഇറാന് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഇറാനെ ആണവ ചർച്ചകളിലേക്കും ആണവ കരാർ ഒപ്പിടുന്നതിലേക്കും ഇറാന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ വാണിജ്യ വ്യാപാര താല്പര്യങ്ങൾ റഷ്യയും ചൈനയ്ക്ക് പ്രത്യേകിച്ചും ഈ കാര്യങ്ങളിൽ ഉണ്ട്. പക്ഷേ ചൈനയും റഷ്യയും നമുക്കറിയാം ഇറാന് ഒപ്പം നിൽക്കുന്ന, അതിനോടൊപ്പം സമീപനം സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ ആ അർത്ഥത്തിൽ ഫലം കാണാനുള്ള സാധ്യതയില്ല. കാരണം ഇവർക്കൊരു പക്ഷപാത നിലപാടുണ്ട് എന്നതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഒന്നും റഷ്യയുടെ ഇടപെടലിനെ ആ നിലയിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ റഷ്യക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമാകാൻ, സൈനികമായ ഒരു ഭാഗമാകാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. ചൈനയും ഈ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയും തന്ത്രപരമായും ഒരു നിലപാട് മാത്രമേ സ്വീകരിക്കൂ. ഈ ഘട്ടത്തിലും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം മാറും എന്ന് ഞാൻ കരുതുന്നേയില്ല. മറിച്ച് അമേരിക്ക ഇപ്പോൾ മറ്റൊരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. അതിൽ ഇറാൻ വഴിപ്പെടുമോ എന്ന് അമേരിക്ക കാത്തിരിക്കും. അതേസമയം തന്നെ അമേരിക്ക കാണാതെ പോകുന്നതോ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നതോ ആയ ഒരു കാര്യം, ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഇനിയുള്ള ഭാവി. ഹാഷ്മി.